എന്താ എന്ത് വേണം? അയ്യോ, ഞാൻ കിടാവിന്റെ പേരാണ് വിളിച്ചത്. ഓ, ഞാൻ വിചാരിച്ചു എന്നെയാണ് വിളിച്ചതെന്ന്. ഓടുന്ന ഓട്ടം കണ്ടോ? മഹാകുസൃതിയാണ്. വേണ്ട വേണ്ട, ഞാൻ പിടിച്ചു തരാം. ചേച്ചി ചേച്ചി, രാധാകൃഷ്ണൻ ചേട്ടൻ വന്നിരിക്കുന്നു. ചേട്ടൻ വന്നിട്ടുണ്ടോ? ആ, എന്റെ പിറന്നാളുണ്ണ ഓടി എത്തിയതായിരിക്കും. ഗീതി, ഗോപിയേറ്റ കിടാവിനെ പിടിച്ചോണ്ട് വരുമ്പോ അതിനെ മേടിച്ച് തൊഴുത്തു കൊണ്ടേ കെട്ടിയേ. ആ ചേട്ടാ, ചേട്ടൻ വന്നെന്ന് ഗീത പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഗീതയിലെ 12ാം ശ്ലോകത്തിൽ എഴുതിയിട്ടുണ്ട്, പരിത്രാണായ രാധിക വിനാശായ ജ്യേഷ്ഠത തക്ക സമയത്ത്. മതി മതി മതി, കുറിപ്പേട്ട കളിയാക്കൊന്നും വേണ്ട. ആട്ടെ, ചേട്ടനെന്ന് എന്നെ പിറന്നാളാണെന്ന് എങ്ങനെ അറിഞ്ഞു? പട്ടണത്തിൽ പഞ്ചാംഗം കിട്ടുമോ? പട്ടണത്തിൽ പഞ്ചാംഗം കിട്ടുമോന്നാണ്. അവിടെ സ്വിച്ച് ചില അമർത്തിയാ മതി, ഗ്രഹനില വരെ ഇങ്ങനെ ചെവരിൽ വന്നങ്ങ് തെളിഞ്ഞു നിൽക്കും. കുഞ്ഞ് കിണ്ണാരോ ചോദിക്കാതെ ഇദ്ദേഹത്തിനെ വിളിച്ചോണ്ട് ചോറ് കൊടുത്താട്ടെ. ചേട്ടൻ കുളിച്ചോ? അയ്യോ, ഭക്ഷണത്തിൽ കുളിയില്ല, ബാപ്പല്ല ഉള്ളൂ. ചേട്ടൻ കൈ കഴുകി വന്നാട്ടെ, ഞാൻ ചൂട് വിളമ്പാം. അല്ലേ, സദ്യ ഉണ്ണാൻ വന്നാല് പിന്നെ ചിരിക്കാതെ ഒപ്പാരി വെച്ച് കരയണോ? എന്റെ പേരൊന്ന് ചതഞ്ഞു. താൻ ഈ വിരൽ എവിടെ കൊണ്ടുപോയിട്ടു? അത് താൻ അറിയേണ്ട കാര്യമൊന്നുമില്ല. താൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്താണ്, എന്റെ കൈ കൊണ്ട് ഉണ്ണാൻ വയ്യ. എന്റെ സദ്യയുടെ വീരം കൂടെ താൻ ഉണ്ട് വരണം. അതിനെന്താ, ഇടത്തെ കൈ കൊണ്ട് ഉണ്ണാമല്ലോ. അയ്യോ, ഇടത്തേക്ക് ഞാൻ വേറെ ഒരു കാര്യത്തിൽ ഉപയോഗിച്ചോണ്ടിരിക്കുക. എന്താ ഇവിടെ ബഹളം? ആരാ ഇവരൊക്കെ? അയ്യോ, രാധിക കുഞ്ഞിന്റെ പൊന്നാസത്തേക്ക് പണികൃത്യം ക്ഷണിച്ചു വരുത്തിയിരിക്കുക. അച്ഛൻ ഈ പതിവൊന്നും ഇതുവരെ നിർത്തിയില്ലേ? ഇതെന്താ വീടോ അതോ അമ്പലത്തിലെ ഊട്ടുവര്? ആരെങ്കിലും ഒന്ന് വിളിക്കാൻ കാത്തിരിക്കുക, ചടഞ്ഞു കിട്ടിയെങ്കിൽ പോരും. സദ്യ ഉണ്ണാൻ ചിലവൊന്നുമില്ലല്ലോ. നാട്ടുകാർക്ക് മുഴുവൻ വെച്ച് വിളമ്പി ഈ വീട്ടിലെ നെല്ല് മുഴുവൻ തീർക്കും. ബാക്കിയുള്ള 100 രൂപ കൂടുതൽ ചെലവാക്കിയാൽ മതി. വിമർശനമായി. നീ എപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ. അടാ മോനെ, നിന്നെ ഞാൻ കോളേജിൽ അയച്ചത് ഡിഗ്രി കൂട്ടിച്ചേർത്ത് പേര് വലുതാക്കാനല്ല, നിന്റെ മനസ്സ് വലുതാക്കാനാണ്. അച്ഛാ, ഞാൻ പറഞ്ഞത് ഭഗതിൽ വിട്ടവൻ. നിങ്ങൾ വരും.